നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ള ഒരു മനുഷ്യനില്ല ഈ ലോകത്ത്. അത് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും നല്ല കറി എന്താണ്? ഏറ്റവും നല്ല കറി എന്ന് പറഞ്ഞാൽ ആ കറി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ചോറുണ്ണുക, ഏറ്റവും കൂടുതൽ പൊറോട്ട കഴിക്കുക, ഏറ്റവും കൂടുതൽ പുട്ട് കഴിക്കുക. ഇതാണ് ഏറ്റവും നല്ല കറി. ആ സമയം ആ പൊറോട്ടയും ഈ ചോറും ഇതെല്ലാം മാറ്റി അവന് ഫുൾ പ്ലേറ്റ് ബീഫ് 3 നേരം എടുത്ത്, അല്ലെ ചിക്കൻ 3 നേരം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവനെടുത്ത്. അതേസമയം നമ്മൾ ചില പ്രത്യേക ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ് ഉണ്ട്, ഈ ഫ്രൈഡ് ചിക്കൻസ് നമ്മൾ ഭയങ്കര ടേസ്റ്റിന് കഴിക്കും. അത് ചിക്കന് വേണ്ടിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ മേലെ ഒരു മുരുന്ന സാധനമുണ്ട്, അതിൽ കോൺഫ്ലോർ ഉണ്ട്, അത് ഹൈ കാർബ്സ് ആണ്. അതാണ് ടേസ്റ്റ്. നൗ യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ കഴിച്ചാലാണ് വണ്ണം വെക്കുക. നോൺ വെജിറ്റേറിയൻ്റെ ഒപ്പം കഴിക്കുന്ന സാധനമാണ് വണ്ണം വെപ്പിക്കുന്നത്. പ്യോർ മീറ്റ് ആയിട്ട് ആർക്കും കൊടുത്താൽ ആരും കഴിക്കാൻ കഴിക്കില്ല. എത്ര നോൺ വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നേരം കഴിക്കും, 2 നേരം പിന്നെ സാധനം കഴിക്കില്ല. സോ ആ കോൺസെപ്റ്റ്, ആ ഡയറ്റിന്റെ ഒരു വലിയൊരു കോൺസെപ്റ്റ്, നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ വണ്ണം വെക്കും. നോ, അങ്ങനെയല്ല. അത് നോൺ വെജിറ്റേറിയൻ അല്ല അവിടുത്തെ പ്രശ്നം. അവിടുത്തെ പ്രശ്നം മറ്റേതാണ്. നമ്മൾ ബിരിയാണി, ഫുൾ ബിരിയാണി തിന്നും, പൊറോട്ട തിന്നും, പിന്നെ അതിൻ്റെ ഒപ്പം അപ്പം ചോറ് കഴിക്കും. അതാണ് ഏറ്റവും നല്ല സാമ്പാർ എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും കൂടുതൽ ചോറുണ്ണാൻ പറ്റുന്ന സാമ്പാർ? സാമ്പാർ എടുത്ത് കുടിക്കാൻ പറ്റുമോ? യു അണ്ടർസ്റ്റാൻഡ്. ഡയറ്റിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ജനങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിന് ഏറ്റവും എളുപ്പത്തിന് പറഞ്ഞാൽ മൃഗങ്ങളെ നോക്കുക. ലോകത്തിലെ ഏറ്റവും വണ്ണത്തിലിരിക്കുന്ന മൃഗങ്ങൾ മുഴുവൻ വെജിറ്റേറിയൻസാണ്. നീലത്തിമിംഗലം, ആന, പശു എല്ലാം വണ്ണത്തിലിരിക്കുക. ആ സമയം ഏറ്റവും വണ്ണം കുറയുന്നതാണ് സിംഹം, പുലി, ചെന്നായി. ഇതൊക്കെ വണ്ണം കുറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവർ കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഫാറ്റ് കഴിക്കുക, അല്ലെങ്കിൽ പ്രോട്ടീൻ, അല്ലെങ്കിൽ മൃഗത്തിൽ നിന്നല്ല കിട്ടുന്നത്. ഇത് രണ്ടും ശരീരത്തിൽ, അതായത് നമ്മളും ഈ മൃഗങ്ങളും തമ്മിൽ ഫിസിയോളജിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം ഹോർമോൺസും സെയിം കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരിത് കഴിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ വളരെ കുറച്ച് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മുഴുവൻ ശരീരത്തിലേക്ക് ഈ ഫാറ്റ് ആയാലും ഇതെല്ലാം ഉപയോഗിച്ച് തീർക്കുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ദാറ്റ്സ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ. നമ്മുടെ ശരീരത്തിൽ വണ്ണം വെക്കണമെങ്കിൽ നമ്മുടെ ഇൻസുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കണം. ഇൻസുലിൻ ലെവൽ കൂടുതലായാലേ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് ഭക്ഷണം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താണ്? അന്നജമടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ നാട്ടിൽ ചോറ്. ഈ ചോറിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസുലിൻ്റെ ലെവൽ കൂടുതൽ വേണം. അപ്പം അതായത് എന്ത് ഭക്ഷണത്തിനും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹൈപ്പർ ഇൻസുലിനിയമേ വേണം. ഈ ഇൻസുലിനെ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലാണ്. ഫാറ്റ് കഴിച്ചാലോ പ്രോട്ടീൻ കഴിച്ചാലോ അത്രയും ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കൂടില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആവും. അപ്പം വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് വണ്ണം കുറയുന്നത്, വെജിറ്റേറിയൻ കഴിച്ചാൽ വണ്ണം കൂടിയല്ലോ. കഴിച്ചാൽ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അല്ലേ.